ഭക്ഷണം കഴിച്ചു, ബിരിയാണി ഐസ്ക്രീം എല്ലാം അടിച്ച് വയറ് ഫുള്ളായി. ഇനി നോൺ സ്റ്റോപ്പ് ഡ്രൈവിംഗ് ആണ്. കോയമ്പത്തൂരിലെത്തിയാൽ ഇനി വണ്ടി നിർത്തുള്ളൂ. യെസ്, അങ്ങനെ നമ്മൾ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നൈസ്. ഈ ഹോള് പോലെയായിരുന്നു അല്ലേ? ഇവിടെ നോക്കുമ്പോൾ നല്ല വലുപ്പമുണ്ട്. ലൈറ്റ് ഇടാം. ഓ, നമ്മളെ KSRTC നോക്കി അയ്യോ കളറിലും പോയി. പാവം, എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ടല്ലോ. RS ഗാർഡൻ ഇതിൻ്റെ അപ്പം ബെൻസിൻ്റെ മുന്നിൽ ബെൻസും ഉണ്ട്, പുറത്ത് നമ്മളെ CRV ഉണ്ട്. ചൂട് കണ്ടിട്ടില്ലല്ലോ. നമ്മൾ എറണാകുളത്തും കൂടി ഇങ്ങനെ ചൂടുണ്ടായിട്ടില്ല. ഇത് നല്ല പരിപാടി, ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവർ പേപ്പർ തരൂല്ലേ, പേപ്പർ ഫുഡൊക്കെ വെക്കാൻ. അതിൽ കുട്ടികൾക്കൊക്കെ ഫൈൻഡ് ദ ഫുഡ്, വഴി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ കുറേ പരിപാടികൾ. പക്ഷെ അവർ പെൻസിലൊന്നും തന്നില്ല. ഇതൊക്കെ ടൈം പാസ്. നമ്മളിതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളെ ഫുഡ് റെഡിയാവും. കിച്ച് പെൻസിലിന് ചോദിക്കുന്നുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. മൊത്തം ഒരു പച്ച കളർ തീമിലാണ് ഇതിൻ്റെ ഈ ഹോട്ടൽ. ടേസ്റ്റി. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു, ബിരിയാണി ഐസ്ക്രീം എല്ലാം അടിച്ച് വയറ് ഫുള്ളായി. ഇനി നോൺ സ്റ്റോപ്പ് ഡ്രൈവിംഗ് ആണ്. കോയമ്പത്തൂരിലെത്തിയാൽ ഇനി വണ്ടി നിർത്തുള്ളൂ. ഇനി ഫുള്ള് ഡ്രൈവിംഗ് ആണ്. Kijoy, you had a nice food today? Okay. Let's go now. I don't like ice cream. I don't like ice cream. പാലക്കാട് 91 കിലോമീറ്റർ. അങ്ങനെ ചെറിയ മഴ ചാറുന്നുണ്ട്. നേരത്തെ ചാറിയായിരുന്നു. നല്ലൊരു മഴയെല്ലാം പെയ്തിട്ടുണ്ടെങ്കിൽ മഴയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നമുക്ക് പോവാം. അപ്പോൾ ഓക്കെ, കീപ് മൂവ് ഓൺ. നമ്മൾ ഏകദേശം കുതിരാൻ തുരങ്കത്തിൻ്റെ അടുത്ത് എത്താനായി. നല്ല ഹൈവേ, മലനിരകളുടെ താഴെ കൂടെ നല്ല അടിപൊളി ഡ്രൈവാണ്. അങ്ങനെ നമ്മൾ എത്താനായി എന്നാണ് തോന്നുന്നത്. നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഒരു വൺ വേ ഉണ്ടായിരുന്നു. വൺ വേ അല്ല, അങ്ങനെ ഉണ്ടായിരുന്നോ? കുറച്ച് റോഡ് കൺജസ്റ്റഡ് ആയി ഇവിടെ. അപ്പുറത്തെന്തോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ലൈനിൽ.
അപ്പോൾ ഇവർ ഇതിനെ വൺ വേ ആക്കി മാറ്റി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുതിരാൻ തുരങ്കത്തിൻ്റെ അടുത്തെത്തും. അതിൻ്റെ പേര് കുതിരാൻ തുരങ്കം തന്നെയല്ലേ? പാലക്കാട് സേലം റൂട്ട്. അപ്പോൾ ഇതിന് മുന്നിൽ ഏതിലെ പോയ റൂട്ട് നമുക്കറിയില്ല. ഏതായാലും തുരങ്കം വന്നേ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നേ. യെസ്, അങ്ങനെ നമ്മൾ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അടിപൊളിയല്ല, പാറയാ നോക്കിയേ. ആ പാറേൻ്റെ കറക്റ്റായിട്ടാണ് അത് തുരന്നിന്. നല്ല സ്റ്റൈലായിട്ടൊരു വീട് പോലെ ആക്കി വെച്ചിട്ടുണ്ട് തുരങ്കത്തിൻ്റെ അടുത്ത്. അടിപൊളിയല്ലേ? അപ്പുറം ഇപ്പുറം ഒരേപോലെ നല്ല ചെങ്കല്ലിൻ്റെ ടൈലാന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തുരങ്കുണ്ട് അതിനപ്പോൾ. ഓ അങ്ങനെ ശരിയാ, ഒരു തുരങ്കത്തിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ലല്ലോ അല്ലേ? ആ, വൺ വേ ആകുമ്പോൾ രണ്ട് തുരങ്കായിരുന്നു. അന്ന് അങ്ങനെ ശ്രദ്ധിച്ചില്ല. അടിപൊളി, നൈസ്, നല്ല അടിപൊളി തുരങ്കം. നമ്മൾ തുരങ്കത്തിൻ്റെ ഉള്ളിൽ നമ്പറിൽ എഴുതിയിട്ടുണ്ടോ 40 എന്നുള്ളത്? എന്താ സംഭവം? സ്പീഡായിരിക്കാം. ഇത്ര വലുതുണ്ട്. ദൂരത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ഹോള് പോലെയായിരുന്നു അല്ലേ? എവിടെ നോക്കുമ്പോൾ നല്ല വലുപ്പമുണ്ട്. ലൈറ്റ് ഇടാം. ഓ സൈഡ് ഇവനെന്തിനെ ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ലോറി എടുത്തിട്ട്. എന്ത് ചങ്ങായിയാ നോക്കിയേ, അവൻ്റെ അലാക്ക് പോക്കല്ലേ പോന്നെ. അല്ലെങ്കിൽ എല്ലാവരും എല്ലാം ലൈനിൽ അവിടെ നിന്ന് അങ്ങോട്ട് വഴിയുണ്ട്. നീ പറഞ്ഞ പോലെ അതാ സംഭവം ഒന്നും അറിയില്ല. തുരങ്കത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് വേറൊരു വഴി. തുരങ്കത്തിൻ്റെ അടുത്ത് നിന്ന് ഓണം അടിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തൻ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കിയേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന വ്യൂ. പേടിച്ചിട്ടല്ലോ, അവൻ ആളെ പേടിപ്പിക്കല്ലേ. അങ്ങനെ നമ്മൾ ഓക്കെ, സമയം ഇപ്പം 4 മണി കഴിഞ്ഞ് 37 മിനിറ്റായി. നമ്മളിപ്പം പാലക്കാട് ബൈപ്പാസിലേക്കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ നമ്മൾ പാലക്കാടെത്തും. പാലക്കാട് നിന്ന് നേരെ കോയമ്പത്തൂരേക്ക് പോകുന്നതായിരിക്കും. നമ്മുടെ ഫേമസ് ആയ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി കടന്നു പോകുന്നതായിരിക്കും. വരുമ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിൽ അങ്ങനെ അധികം വണ്ടികളൊന്നും കണ്ടില്ല. സാധാരണ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ലോറികളൊക്കെ ഇഷ്ടം പോലെ സൈഡിലാക്കിയിട്ട്. ഇപ്രാവശ്യം അധികം കണ്ടില്ല. എന്താ കാര്യം എന്നറിയില്ല. ഒരു 3-4 ലോറിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അവിടെ അധികം കണ്ടില്ല. ഇപ്പം പോകുമ്പോൾ നോക്കാം അവിടെ എന്താണ്. പല സിനിമകളിലുണ്ടായ ചെക്ക് പോസ്റ്റ് അല്ലേ ഫേമസ് ആയ വാളയാർ ചെക്ക് പോസ്റ്റ്. നമ്മൾ പാലക്കാടെത്താനായി ഏകദേശം. അവിടുന്ന് പിന്നെ 1 അവർ കോയമ്പത്തൂരേക്ക്. ഏകദേശം നമ്മളിപ്പോൾ നേരെ പോകുന്നത് വൈഫിൻ്റെ സിസ്റ്റർ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ടെല്ലാം പോകാനുണ്ട്. അപ്പോൾ ഒരു 2 hours കാണിക്കുന്നത്. ശരിക്കും പാലക്കാട് നിന്ന് ഇവിടത്തേക്ക് കോയമ്പത്തൂരേക്ക് 1 hour ഉള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ട്രാഫിക് ജാം ഒക്കെ ഉണ്ടാവും. അതെല്ലാം കൊണ്ടാണ് കുറച്ചും കൂടി ടൈം കാണിക്കുന്നത്. ശരിക്കും നമ്മൾ അറൈവൽ ടൈം ഇപ്പം GPS ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് 6:13 6:13 നമ്മൾ എത്തുന്ന പറയുന്നത്. ദേവി ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയാം? കാഴ്ചപ്പറമ്പ്. കാഴ്ചപ്പറമ്പ് എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാ? കാഴ്ചപ്പറമ്പ് എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാ? പറയൂ, ആയിരിക്കാ പറഞ്ഞാൽ പറയാ നോക്കട്ടെ. കാഴ്ചപ്പറമ്പ്. ആ, കാഴ്ചപ്പറമ്പ് എങ്ങനെ ഇംഗ്ലീഷ് പറയാ? വിഷൻ ഗ്രൗണ്ടാ? ഗ്രൗണ്ട് വിഷൻ. നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഉൾട്ടയായിട്ട് പറയണം. ഗ്രൗണ്ട് വിഷൻ. വിഷൻ ഫീൽഡ് വിഷൻ. പറമ്പ് ഫീൽഡ് അല്ലേ? അങ്ങനെ നമ്മൾ പാലക്കാട് കഴിഞ്ഞു. കോയമ്പത്തൂരേക്കുള്ള റൂട്ട് കയറി. സമയം 4:54 നോക്കിയാൽ നല്ല ഈ അങ്ങോട്ടേക്കുള്ള റൂട്ടിൽ കാണുന്ന നല്ല വ്യൂ ആണ്. നല്ല വലിയ വലിയ മലകൾ. അതിങ്ങനെ ഇപ്പം
ക്ലിയർ ആയിട്ട് വിസിബിൾ അല്ല, ഒരു പുകയടിച്ച പോലെ ഇല്ലത്. അത് ഓരോ നമ്മളിപ്പോൾ 4 മണി ആയില്ലേ, അതുകൊണ്ടായിരിക്കാം. ഉച്ചക്ക് നല്ല വെയിലുള്ള സമയത്തെല്ലാം പോവുകയാണെങ്കിൽ ഈ വ്യൂ ആയിരിക്കില്ല. ആ സമയത്ത് വേറെ വ്യൂ, നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂ ആയിരിക്കും കിട്ടുന്നത്. നരകം പുള്ളിപ്പുഴ, ഈ പുഴേൻ്റെ പേരാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലേക്ക് കൂടെ പോകുന്നത്, ഇത് നമ്മൾ പാലാണ്, ഇതിൻ്റെ അടിയിൽ പോകുന്ന പുഴേൻ്റെ പേരാണ് നരകം പുള്ളിപ്പുഴ, എന്തൊക്കെയാണ് പേര്. ഓക്കെ, നമ്മളിങ്ങനെ അടുത്ത 1 hour 1.5 hours ചിലപ്പോൾ നമ്മൾ 6:20 ഇപ്പം കാണിക്കുന്നത് റണ്ണിങ്. 6:20 നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, വാട്ടാടുന്ന് കോയമ്പത്തൂരിലേക്കുള്ള റോഡ് അടിപൊളി റോഡായിട്ടോ. നല്ല ഇതെല്ലാം പുതിയ ഒരുപാട് സ്ഥലം പണ്ടത്തേനും അവർ മാറി. നല്ല ഫ്ലൈ ഓവറും നല്ല റോഡും വന്നു, അതുകൊണ്ട് പെട്ടെന്ന് എത്താം. സ്പീഡ് ലിമിറ്റും ക്യാമറയിലും ഉണ്ട്. ചില സ്ഥലത്ത് നമ്മൾ ഏടി ഒന്നും ബോധർ ചെയ്യാണ്ട് ഇങ്ങനെ ഓടിക്കുകയാണ്. ഇനി ഇതിൻ്റെ എല്ലാം ബില്ലടിച്ച് വരുമോയെന്ന് ഇപ്പം ബാംഗ്ലൂരിൽ എത്തിയാലേ അറിയൂ. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കേരളയിൽ നിന്ന് കുറേ ക്യാമറേൻ്റെ എല്ലാം നമ്മൾ സ്പീഡിലാണ് പോയത്. അതുകൊണ്ട് നോക്കാം അവിടെ എത്തിയാൽ വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം എക്സ്ട്രാ ഡീസൻ്റ് ആയിരിക്കും. ഒരു ഫൈന് കിട്ടിയാൽ നമ്മൾ നല്ലോണം പഠിക്കും. ഫൈന് കിട്ടാത്തതുകൊണ്ട് എങ്ങനെ ഉണ്ടെന്ന്. കഞ്ചിക്കോട്, ഇതാണ് കഞ്ചിക്കോട്. നമ്മളെ റെയിൽ കഞ്ചിക്കോട് എന്താ ഉണ്ടായിരിക്കുന്നത്, റെയിൽ കോച്ചിൻ്റെ ഫാക്ടറി അല്ലേ, റെയിൽ കോച്ച് ഫാക്ടറി. മെട്രോ റെയിലിൻ്റെ ആയിരുന്നു അല്ല, സാധാരണ റെയിൽ കോച്ച് ഫാക്ടറിയാണ് നമ്മൾ കഞ്ചിക്കോട്. അപ്പോൾ ഓക്കെ, കീപ് മൂവിങ്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ഏകദേശം എത്താനായി. നോക്കിയേ, മലനിരകൾ, മൊത്തം മലകൾ. ആടെ ഈടെ മൊത്തം നോക്കുകയാണെങ്കിൽ എണ്ണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1 2 3 4 5 6 ഒരു 10 മലകൾ കാണുന്നുണ്ട് ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. 1 2 3 4 5. അങ്ങനെ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം കോയമ്പത്തൂരെത്തും. 1 hour ജേർണി ഉണ്ട് നമ്മളെ എക്സാക്റ്റ് പോയിന്റിലേക്ക്, നമ്മളെ വില്ലയിലേക്ക്. നമ്മളെ KSRTC നോക്കി അയ്യോ കളറിലും പോയി പാവം. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ. കുറച്ച് പെയിൻറ്റാനും മേടിച്ച് അടിച്ചു കൊടുത്താലോ. നമ്മളൊക്കെ ബാംഗ്ലൂരിൽ കണ്ടില്ല എല്ലാവരും പെയിൻ്റ് അടിച്ചിട്ട്. ഈ ബസ്സിനായിരിക്കും പെയിൻ്റ് അടിച്ചു കൊടുത്തൂടെ. എന്ത് പാവം നോക്കി, എനിക്ക് ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ട്. അയ്യോ, ഓക്കെ സൈഡിലേക്കോ. KSRTC പണ്ടേ നമ്മളെ ആന വണ്ടീനെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടിയോട് കൂടിയിട്ട് അടിപൊളിയാക്കി വെക്കണ്ടേ, കളറിലും നല്ല ബ്രൈറ്റ് കളറൊക്കെ അടിച്ച് വിടണ്ടേ. KSRTC നഷ്ടത്തിലാണ് അറിയാം, എന്നാലും അതിനെ ലാഭത്തിലാക്കാൻ ഇപ്പം എന്താ വഴിയെന്ന് ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് കാണുമ്പോൾ. എത്രയാ വവ്വാല് നോക്കിയ മുകളില്. നമ്മൾ എത്താനായിട്ടാ 18 മിനിറ്റും കൂടി എത്തിയാൽ എത്തും. കോയമ്പത്തൂർ എത്തി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ കൂട്ടം വവ്വാൽ ബാറ്റ്സ്, മിസ്റ്റർ ബാറ്റ്സ്. ആനക്കട്ടി റോഡാണല്ലേ ഇത്? ഓക്കേ, അങ്ങനെ ഇപ്പം സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റായി. നമ്മളിപ്പം വടവള്ളി എത്തി. കോയമ്പത്തൂർ വടവള്ളി മരുതമല റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം എത്താനായി. ഒരു 4 മിനിറ്റ് കൊണ്ട് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും. വീട് എത്തുമ്പോഴേക്ക് വിളിച്ചാണ്ടാവെന്ന് വിചാരിച്ചേ. 6 o'clock ആകുമ്പോൾ തന്നെ ഭയങ്കര ഡാർക്കായി. അപ്പം ഭയങ്കര ഇരുടായി ഇങ്ങെത്തുമ്പം. ഏതെല്ലോ ഉള്ളിലേക്കൂടെയുള്ള വഴിയെല്ലാം ആണ് ഗൂഗിൾ അമ്മച്ചി കാണിച്ചു തന്നത്. എവിടെയെല്ലോ ഒന്ന് പാളിപ്പോയി, എന്നാലും നമ്മൾ കറക്റ്റ് റൂട്ടിലേക്ക് തന്നെ വന്നു. വലിയ പ്രശ്നമില്ലാണ്ട് നമ്മൾ വടവള്ളിയിലേക്ക് എത്തി. ഓക്കെ, ഇതാ വടവള്ളി. ഓക്കെ, അതാണ് മരുതമല റോഡ്. മരുതമല റോഡ് ഊട്ടി 88 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഊട്ടി, അടുത്ത പ്രാവശ്യം എൻ്റെ ഊട്ടിയിലേക്ക് പോകണം. 88 കിലോമീറ്റർ എവിടെ നിന്നുള്ളൂ. മീൻസ് ഒരു 2 hours 2.5 hours ജേർണിയിൽ ചിലപ്പോൾ തിരിക്കും. വളവും തിരുവല്ലോ അല്ലേ. ഓക്കെ, ആണ് അത്തി വില്ലാസ്. അത്തി വില്ലാസ് അപ്പുറമാണ് ഉള്ളത്. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് U-turn അടിച്ച് വരണം. ഇവിടെ U-turn ഉണ്ട് അല്ലേ? ഇവിടെ U-turn ഉണ്ട്, കറക്റ്റ്. ഇന്നും വണ്ടിയാ? അണ്ണാ കാപ്പാത്തുങ്കോ.
അല്ല വൺ വേ എന്ന് പറഞ്ഞാല് ആടുന്ന് വളഞ്ഞു വന്നില്ല. വൺ വേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് ആള് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇവരെ നാട്ടില് ഇവരെ നാടല്ലേ. ഇതാണോ എഗെയിൻ കുറച്ച് മുന്നോട്ട് പോയി സോറി നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേ പോയി. ഇതാണ് ഇപ്പറാണ് ആ ബോർഡ്. അങ്ങനെ വരുമ്പോൾ ബോർഡ് കാണുന്നില്ല, വിളിച്ചില്ല. കൺഫ്യൂഷൻ ആയടാ കിച്ചു. രാത്രി നമ്മൾ ഓൾറെഡി എത്തി, സ്റ്റിൽ കൺഫ്യൂഷൻ. ഓക്കെ, മൊത്തം ലൈറ്റ് ഡെക്കറേഷൻ പോലെ മിന്നുന്നുണ്ടല്ലോ. ഓക്കെ, ഇതാണ് അത്തി വില്ലാസ്. കുലുക്കല്ല, ഇതാണ് അത്തി വില്ലാസ്. ഇനി ഇവിടെ നിന്ന് എത്രയാണ് റൂം നമ്പർ? കറക്റ്റ് ലൊക്കേഷൻ ആയിരിക്കും അല്ലേ? ആ, അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, അതുവഴി പോയി നോക്കാം, അവിടെ എത്തും. അങ്ങനെ 6:32 നമ്മൾ ഇവിടെ എത്തി. ഫൈനലി വി റീച്ച്ഡ്. എവിടെ എത്തി? പോയിന്റ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ തന്നെ ആയിരിക്കും. ലെഫ്റ്റാ റൈറ്റാ ആണോ നോക്കാം. അതാന്ന് തോന്നുന്നു കേട്ടോ. ലാലോട്ടിന്റെ പഴയ വണ്ടി ആടെ ഉണ്ടോ സംശയം. ചെക്കിങ് ഒന്നും ഓരോ പഴയ വണ്ടി അവിടെ തന്നെ ഉണ്ടല്ലോ. RS ഗാർഡൻ ഇത് തന്നെയാ. അപ്പൊ ബെൻസ് ഇല്ലേ മുന്നിൽ? യെസ്, ബെൻസും ഉണ്ട്, പുറത്ത് നമ്മളെ CRV ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഏതായാലും കേറ്റാം.